ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സുവിശേഷത്തിൽ നാം വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. മീൻ വളർത്തുന്ന കെട്ടുകൾക്ക് അടുത്തു വസിക്കുന്നവർ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. കെട്ടുകളുടെ വാടക കാലാവധി കഴിയാറാവുമ്പോൾ കെട്ടിലെ വെള്ളം മോട്ടറുകൾ ഉപയോഗിച്ച് പറ്റിക്കും. അങ്ങനെ വെള്ളം കുറച്ച് കെട്ടിലെ മുഴുവൻ മത്സ്യങ്ങളെയും കെട്ടിലേക്ക് വെള്ളം കയറ്റുവാനും ഇറക്കുവാനുമായി വച്ചിരിക്കുന്ന തൂമ്പിൻ്റെ മുൻപിലുള്ള കുഴിയിലേക്ക് കൊണ്ടുവരികയും കെട്ടിലുള്ള എല്ലാ മത്സ്യങ്ങളും നഷ്ടപ്പെടാതെ പിടിച്ചെടുക്കുവാൻ വല വീശുകയും ചെയ്യുന്ന കാഴ്ച. സ്വർഗരാജ്യത്തെ എല്ലാ മത്സ്യങ്ങളെയും ശേഖരിക്കുന്നതിനു വേണ്ടി കടലിൽ എറിയപ്പെടുന്ന വലയ്ക്ക് തുല്യമെന്ന് യേശു പറയുകയാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള ക്ഷണം എല്ലാവർക്കുമുണ്ട്. ഈ ലോകത്തിലെ ആരെയും യേശു ഒഴിച്ച് മാറ്റി നിർത്തുന്നില്ല. ആർക്കു വേണമെങ്കിലും സ്വർഗരാജ്യത്തിൽ ഇടം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതമാണ്, ഞാനോ നിങ്ങളോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അർഹരാണോ എന്ന് തീരുമാനിക്കുന്നത്. നല്ല മത്സ്യങ്ങളെയും ചീത്ത മത്സ്യങ്ങളെയും തമ്മിൽ യുഗാന്ത്യത്തിൽ വേർതിരിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കും. സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള ഒരേ ഒരു മാനദണ്ഡം ഈശോ പറയുന്നത് നീതിമാന്മാരായിരിക്കുക എന്നതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നീതിമാനായ ഒരു വ്യക്തിയുടെ 4 ഘടകങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കാത്തവനാണ് നീതിമാനെന്ന്. ഉപദേശം സ്വീകരിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം, വളരെ സെലക്റ്റീവ് ആയിരിക്കണം. ആധികാരികമായി സത്യം പറയുവാൻ സാധിക്കുന്ന വ്യക്തിയുടെ പക്കൽ നിന്ന് മാത്രമേ ഉപദേശം സ്വീകരിക്കാവൂ. രണ്ടാമത്തെ നീതിമാന്റെ ഘടകം എന്ന് പറയുക, പാപികളുടെ വഴിയിൽ നടക്കാത്തവനാണവൻ. ദൈവത്തിൽ നിന്ന് ഒരുവനെ വേർപെടുത്തുന്ന വഴികളിലൂടെ സഞ്ചരിക്കുകയില്ല. അങ്ങനെ സംഭവിക്കുവാൻ ഇടയുള്ള വ്യക്തികളിൽ നിന്ന് ആരോഗ്യപരമായ ഒരകലം നീതിമാന്മാർ പാലിക്കും. മൂന്നാമത്, പരിഹാസരുടെ പീഠത്തിലിരിക്കാത്തവനാണ് നീതിമാൻ. ദൈവത്തെയും സഹോദരങ്ങളെയും പരിഹസിക്കുന്നവരുടെ ഒപ്പം ചേരാത്തവനാണ് നീതിമാൻ. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നീതിമാന് സാധിക്കും. കുറ്റപ്പെടുത്തലുകൾ, പരിഹാസ സംഭാഷണങ്ങൾ അവരിൽ നിന്നുണ്ടാവുകയില്ല. ഏറ്റവും അവസാനമായി, ഒരു നീതിമാൻ അവൻ സന്തോഷവാനായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് സന്തോഷമാണ്. അപരൻ അവന് ഒരിക്കലും നരകമായിട്ട് മാറുന്നില്ല. ദൈവത്തിൻ്റെ സന്തോഷം എല്ലാ കാര്യങ്ങളിലും അവൻ കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവൻ നീതിമാനായിരിക്കും. ദൈവം യുഗാന്ത്യത്തിൽ നന്മയെയും തിന്മയെയും വേർതിരിക്കും. സ്വർഗരാജ്യത്തിൽ നീതിമാന്മാർക്ക് ഇനിയും ഒത്തിരി ഇടമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.